കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ആദ്യമായി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊള്ളട്ടെ. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ആശയമുയർത്തിക്കാട്ടി ഐക്യരാഷ്ട്രസഭ മുൻപോട്ട് വെച്ച ആശയമാണ് പരിസ്ഥിതി ദിനം. 1973 മുതൽ എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു. പ്രകൃതി സംരക്ഷണം, വനസംരക്ഷണം, ആഗോളതാപനം, ജനസംഖ്യാ വർധനവ് ഇവയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പരിസ്ഥിതി ദിനത്തിൽ സംഘടിപ്പിക്കുന്നു. ഈ അവസരത്തിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വനിത എന്ന ബഹുമതിക്ക് അർഹയായ കൽപ്പന ചൗളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അകന്നു പോകുന്ന നീല നിറത്തിലുള്ള കൊച്ചു ഗ്രഹമായ ഭൂമിയെ കാണുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നു എന്ന്. 2/3 ഭാഗം വെള്ളവും 1/3 ഭാഗം മാത്രം കരയുമുള്ള നീല നിറത്തിലുള്ള ഒരു ആകാശഗോളം. കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ ഉയർന്ന പർവ്വത ശിഖരങ്ങളും കൊടുമുടികളുമൊക്കെ കാണാനാകും. പിന്നെ ഹരിതവർണ്ണമാർന്ന മഴക്കാടുകൾ, നീല ജലാശയങ്ങൾ, വീണ്ടും അടുത്തെത്തിയാൽ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, വെള്ളിനൂൽ പോലെയുള്ള അരുവികൾ, മണ്ണിൻ്റെ ജീവനാഡികളായ പുഴകൾ, പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള നെൽവയലുകൾ. കാഴ്ചയുടെ വസന്തം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇത്ര മനോഹരിയായ ഭൂമിയിലെ കാഴ്ചകൾ ഇതുമാത്രമാണോ? അതറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ പുഴകൾ, വെട്ടി നശിപ്പിക്കപ്പെട്ട വനങ്ങൾ, മണ്ണെടുപ്പ് മൂലം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുന്നുകൾ, നികത്തിയ പാടത്ത് ഉയർന്നു വരുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അങ്ങനെ പലതും. എവിടെ നോക്കിയാലും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമി നമുക്ക് കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ ധൂർത്തടിക്കാനുള്ളവയല്ല. അവ സൂക്ഷിച്ചുപയോഗിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഉറച്ച ശബ്ദത്തിൽ ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറഞ്ഞ ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന സ്വീഡിഷ് ബാലികയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇളം തലമുറയിലെ കുട്ടികളായ നാം ഓരോരുത്തരും ഗ്രേറ്റയുടെ പാത പിന്തുടർന്നേ മതിയാകൂ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ജനസംഖ്യാ വർധനവ്, വനനശീകരണം, മാലിന്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന മലിനീകരണം, ഇവയെല്ലാം പരിസ്ഥിതിയെ ദുർബലമാക്കുകയും അതുവഴി ആവാസ വ്യവസ്ഥയ്ക്ക് സാരമായ ദോഷം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ മറ്റാർക്കെങ്കിലുമായി മാറ്റിവെക്കാതെ എന്നിൽ നിന്ന് തന്നെ തുടങ്ങും. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന്, എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രതിജ്ഞ പരിസ്ഥിതിക്ക് ഞാൻ ഒരു ദോഷവും ചെയ്യുകയില്ല എന്നതാണ്. നല്ല പരിസ്ഥിതി സംരക്ഷകരാകുവാൻ നമുക്കെല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്.